അതെ, ഞാൻ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ ഈ നിൽക്കുന്ന ചെടിയൊക്കെ ചെടി ഏതാ കാട് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. പിന്നെ ഞാനാണ് ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി വെള്ളവും വളവും ഒക്കെ ഒഴിച്ച് ഈ പരുവത്തിലാക്കി എടുത്തത്. അല്ലെങ്കിൽ തന്നെ അപ്പച്ചി എപ്പോഴാ ഈ ചെടിയൊക്കെ നോക്കിയിട്ടുള്ളത്? ആങ്ങളെ എന്ന് വിളിച്ചിങ്ങോട്ട് വരും, അകത്ത് കയറും, അമ്മയായിട്ട് കുറച്ച് ഗുസ്തി ഉണ്ടാക്കും, ശരം വിട്ടതുപോലെ ഒരു പോക്കങ്ങ് പോവുകയും ചെയ്യും. ഇതല്ലേ ഇവിടുത്തെ സ്ഥിരം പരിപാടി. പിന്നെ എങ്ങനെ ഇതൊക്കെ കാണാനാ? എടി അതെ, ഈ സീതാലക്ഷ്മിയായിട്ട് 4 വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ ആ സുഖം ഉണ്ടല്ലോ, അത് നിനക്ക് മനസ്സിലാകിയല്ല. ആ അതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ സുഖവും സന്തോഷവും ഒക്കെ. എന്റെ സന്തോഷം ഇതൊക്കെയാ. അപ്പച്ചിക്കേ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും. ഓ എനിക്കങ്ങ് മയ്യന്റെ വേണ്ടായി. ആ എന്നാലേ അമ്മയായിട്ട് 2 വഴക്കുണ്ടാക്ക്. അതിന് വയ്യാഴികയൊന്നും ഇല്ലല്ലോ. നീ ഓടി അവിടുന്ന്. നമ്മുടെ തമിഴത്തിയല്ലേ വരുന്നത്? ആ മരതക അക്ക ഷാഹിന മാമിയാരേ. മാമിയാര് നല്ലോണം ക്ഷീണിച്ചല്ലോ. മാമിയാർക്ക് ഞാന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ചു. അതെ, നീ വിഷമിക്കണ്ട കേട്ടോ, നിനക്കും ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്നെ സൂചിപ്പിക്കാൻ വന്നതാണോ? എന്തേ ഒറ്റയ്ക്ക് പോന്നു? അവൻ ഇറക്കി വിട്ടോ? എനിക്കറിയാം, മാമിയാരും മാമാവും കൂടെ എന്നെ കളിപ്പിക്കല്ലേ. കളിപ്പിക്കാന്ന് ഞാൻ പിള്ളയോ പൊടിയുണ്ടായിരുന്നു. അക്ക അക്ക എന്താ ഒറ്റയ്ക്ക്? ഉത്തമേണ്ട എവിടെ? അപ്പൊ മാമ ഇവിടെ ഇല്ലേ? ഇവിടെയോ? ഉത്തമേണ്ട അവിടെയല്ലേ ഉള്ളത്, തമിഴ്നാട്ടില്. എന്റെ മാമ വീട്ടിലില്ലേ? 3-4 ദിവസമായിട്ട് മാമ വീട്ടിൽ നിന്ന് പോയി. ഞാൻ വിചാരിച്ച മാമ ഇവിടെ കാണുന്നു. അല്ല, ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇല്ല. അപ്പൊ മാമ എവിടെ പോയി? ഓ കൊണ്ടുപോയി കളഞ്ഞോടി നീ എന്റെ മോനെ. അപ്പച്ചി അക്ക ഉത്തമേട്ടൻ കറങ്ങാൻ എങ്ങാനും പോയതായിരിക്കും. ഒന്ന് വിളിച്ചു ചോദിച്ചൂടായിരുന്നോ? അതിന് മാമ ഫോൺ എടുത്തിട്ടില്ല, വീട്ടിൽ തന്നെ വെച്ചിട്ടാ പോയത്. അയ്യോ, അപ്പൊ ഇവിടെ ഇല്ലേ? ഇല്ല. അപ്പൊ മാമ ഇത് എവിടെ പോയി? അക്ക അക്ക ഇങ്ങനെ വിഷമിക്കാതെ. ഉത്തമേട്ടൻ പണ്ട് ഇങ്ങനെ തന്നെ അല്ലായിരുന്നു, ആരോടും പറയാതെ ഒരു പോക്കല്ലായിരുന്നു അല്ലേ അപ്പച്ചി? എനിക്കറിയാൻ മേലെ. ആ പിന്നെ അപ്പച്ചിയുടെ മാലയും പൊട്ടിച്ചോണ്ടോയപ്പോ ആരോടും പറയാതല്ലേ പോയത്? അല്ലക്ക മാലയൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? മാലയൊക്കെ ഞാൻ കയ്യിലുണ്ട്. ആ എന്നാ പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. എന്ത് അത്യാവശ്യമാണെങ്കിലും മാമ എന്നോട് പറയാതെ ഒരു ദിവസം പോലും മാറി നിൽക്കാറില്ല. ഇതിപ്പോ ആദ്യമായിട്ടാ. 3-4 ദിവസം നിന്നോട് പറയാതെ നിന്റെ മാമൻ പോയപ്പം നിനക്ക് വിഷമമുണ്ടല്ലേ? അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും മിണ്ടാതെ എന്റെ മോൻ പോയപ്പോ ഈ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും. അപ്പൊ മനസ്സിലായോ? അപ്പച്ചി ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ഇതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. അക്ക അക്ക അകത്തേക്ക് വാ, ഉത്തമേട്ടൻ വരും. എന്നാലും മാമ ഇത് എവിടെ പോയി? വരുന്ന ഞാൻ പറഞ്ഞില്ലേ, അക്ക അകത്തേക്ക് വാ. വാ വാന്നേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാ. എന്നാലും ഇത് ഇവൻ എവിടെ പോയി? കുട്ടി സുന്ദരിക്കുട്ടിയാണ് കേട്ടോ. അതെ മർദ്ദകം ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉത്തമനെ കാണാതാവുന്നതും ഉത്തമം മുങ്ങണമൊന്നും ഇവിടെ ആർക്കും ഒരു അത്ഭുതമല്ല. അതെ മർദ്ദകത്തിന് ശീലല്ലേ ഏട്ടാ, അല്ല കുമാരി? അതെ അപ്പുണ്ണ, മാമാവും അപ്പുണ്ണനും ഭയങ്കര ക്ലോസ് അല്ലേ? മാമ അപ്പുണ്ണനെ വിളിക്കാനും ചെയ്തായിരുന്നാ? എന്നാ ഉത്തമനാ? ഈ കൊട്ടിലപ്പാട്ടിന്റെ പഠിപ്പുരാണ്ട് കടന്നാ പിന്നെ തീർന്നു അവന്റെ വിളിയൊക്കെ. ഇവിടെ വരുമ്പോഴുള്ള ചിരിയും കളിയൊക്കെ ഉള്ളു ഞങ്ങള്. അല്ലക്ക, അക്ക 2 ദിവസം കൂടി അവിടെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഈ സമയത്ത് അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ? മാമ അവിടെ എത്തിയിട്ടില്ല. അവിടെ മാമ എത്തുവാണെങ്കിൽ എനിക്ക് അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ കിട്ടും. ഞാൻ അത്ര ആൾക്കാർ അവിടെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ മാമ അവിടെ എത്തിയിട്ടില്ല. അതെ വേറൊരു കാര്യമുണ്ട്. വിജയുടെ പുതിയ സിനിമ കാശ്മീരിൽ ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് ബാർബർ ഷാപ്പിൽ ഒരു മാസികയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയിണ്ടാവോ? അയ്യോ, കാശ്മീരിലേക്കോ? അതേപ്പറ്റി കവലപ്പെടണ്ട. മാമ കാശ്മീർ പോവേയില്ല. എന്റെ വഴി അറിയില്ലേ? അതല്ല, മാമാവുക്ക് പനി അലർജി താൻ. പനിയാ? പനി നിറം മഞ്ഞും തണുപ്പ് മാമാവുക്ക് പ്രശ്നം താൻ. അതുകൊണ്ട് മാമ കാശ്മീർ പോവില്ല. അല്ലക്ക, ഈ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോണതിന് മുമ്പ് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നോ?
നിങ്ങൾക്കറിയില്ലേ മാമ കൗണ്ടർ മണി പോലെ 24 മണിക്കൂർ തമാശ പറഞ്ഞോണ്ടേ ഇരിക്കും. എന്നാ പോകുന്നതിന്റെ 2 ദിവസം മുന്നേ കാതൽ കൊണ്ടേന്ന് പറഞ്ഞ സിനിമയിലെ ധനുഷ് മാതിരി ഇരുന്ന്. ധനുഷാ? നിങ്ങൾ കാതൽ കൊണ്ട സിനിമയിലെ ധനുഷിനെ പാത്തതില്ല? ഇല്ല. കാതൽ കൊണ്ട സിനിമയെ പാത്തിട്ടില്ല? ഇല്ല. അതില് ധനുഷ് ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച് ഞാൻ കഥ ചൊല്ലിത്തരേ. അവരിങ്ങനെ ഇപ്പൊ സിനിമ കഥ പറയേണ്ട സമയല്ലല്ലോ. അതല്ല മാമയുടെ അവസ്ഥ ഞാൻ ചൊല്ലി തന്നതാ. അതില് ധനുഷ് മാതിരി 2 ദിവസം മാമ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഓ, അതായത് പോകുന്നതിന് മുമ്പ് വളരെ ശാന്തനായിരുന്നു. ആ, ഈ ഉത്തമേട്ടനെ പോകുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായിട്ട് ചെയ്ത ബിസിനസ് എന്തായിരുന്നു? ഊഞ്ഞാൽ ബിസിനസ്. ഊഞ്ഞാലാരെങ്കിലും ബിസിനസ് ചെയ്യോ? മാമ ചെയ്തല്ലോ. അത് 2 കയറും ഒരു മട്ടലുണ്ടായി ഊഞ്ഞാലായില്ലേ? ഇത് അന്തമാതിരി അല്ല, ഒരു പ്ലാസ്റ്റിക് കയറില്ലേ ഇങ്ങനെ കിടന്നാടുന്ന ആ ബിസിനസ് ആണ് മാമ ചെയ്തത്. ഓ, ആ ഊഞ്ഞാൽ. എന്നിട്ട് അതിൽ വല്ല നഷ്ടം സംഭവിച്ചതായിട്ട്? നല്ല ലാഭമായിരുന്നു. ആ ലാഭത്തിൽ നിന്ന് മാമ എനിക്കൊരു നല്ല സാരി വരെ വാങ്ങിച്ചു തന്നു. അപ്പൊ സാമ്പത്തിക പ്രശ്നമല്ല. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? കുമാരി, നീ ഇനി CBI പോലെ അവളെ ചോദ്യം ചെയ്യൊന്നും വേണ്ട. ഉത്തമനല്ലേ, അവനവൻ സമയം കൊണ്ട് വരും. ആരും ഉഷ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. മാമ എപ്പോ വന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? അങ്ങനെയൊന്നും പറയല്ല പുണ്യണ്ണ. അങ്ങനെയല്ല മരതകൻ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് അപ്പച്ചിയുടെ മാല മോഷ്ടിച്ചു പോയിട്ട് കുറെ കാലം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നില്ലേ, അതുപോലെ വരും. അയ്യോ, അപ്പൊ ഇനി മാമ കുറെ കാലം കഴിഞ്ഞാലേ വരുള്ളൂ? അങ്ങനെയല്ല, ഇതിപ്പോ മോഷ്ടിച്ചിട്ടൊന്നല്ലല്ലോ പോയത്, വേഗം വരുമായിരിക്കും. അതന്നെ, അക്ക അങ്ങനെ ടെൻഷൻ ആവൊന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോ പോയതായിരിക്കും. വരും. എന്നാലും മാമ ഇതുവരെ എന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോയിട്ടില്ല. അതാ അപ്പൊ അത്ര അത്യാവശ്യത്തിന് പോയതായിരിക്കും. അക്ക അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. കുമാരി, നീ മരതകത്തിന് അകത്തേക്ക് കൊണ്ടുപോയിക്കേ. എന്നിട്ടേ ആ TV-യിൽ തമിഴ് പാട്ടൊക്കെ വെച്ചു കൊടുക്ക, കാണട്ടെ. ഇങ്ങോട്ട് നീങ്ങി നിക്ക്, ഗുളി കഴിഞ്ഞിട്ടില്ല നന്ദിനി കുട്ടിയെ. എന്താ ആസ്വദിച്ചുള്ള ഇരിപ്പാണല്ലോ. ഓ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന് കിടന്ന ആളിയാ. എടാ വങ്കി, ഈ ഉത്തമൻ ഇത് എവിടെ പോയതാടാ? ആർക്കറിയാം, ഒരറിവില്ലല്ലോ. മരതകത്തിന്റെ നെഞ്ചത്തടി നിലവിളിയും മുത്തമ്മനെ കാണാനില്ല എന്ന് പറഞ്ഞൊക്കെ കേൾക്കുമ്പോഴേ ഏതോ അത്ഭുത കാര്യം പറയണ പോലെ. സ്ഥിരം പരിപാടിയാന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അളിയാ. അല്ല, അവനെ ഇവിടെ കുറെ കാലമൊക്കെ ചുറ്റി അടിച്ച് കറങ്ങി നടന്ന് ബോറടിച്ചപ്പോഴേ തമിഴ്നാട്ടിലോട്ട് കടന്നോടാ. അവിടെ ഇതുപോലെ കുറച്ച് കാലം കറങ്ങി അടിച്ച് ബോറടിച്ചപ്പം അവൻ ആ ഉത്തരേന്ത്യയിലൊക്കെ കാണാൻ കടന്നതാ. അതോടാ ഒന്നും പറയാൻ പറ്റില്ല അവന്റെ കാര്യം. ഇനി വല്ല ഹിന്ദിക്കാരി പെണ്ണിനും കല്യാണം കഴിച്ചോണ്ട് ഒരു വരവും കൂടി വരുമോ? ഇല്ല, ഈ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ അവര് ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്നറിയോ, മരകത്തിന് അവിടെ പേടിയാടാ. അവള് മിടിക്കാന്ന് പറയാറുണ്ടോ? അവനെ നല്ല ഇടി ഇടിക്കാൻ പറ്റില്ല, ഇടിക്കുക. അവളെ അങ്ങനെ കണ്ടാണ്ടല്ലോ അപ്പൊ മൂത്രമൊഴിക്കും. ആരാ ഒരു കാഷായ വേഷം? ഉത്തമനാണോ? ഉത്തമനാളിയാ? അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ എന്നെ ഇങ്ങനെ അന്തം വിട്ട് തുറിച്ചു നോക്കണത്? ഞാൻ നിങ്ങളുടെ ഉത്തമൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നെ നോക്കി നിൽക്കുന്നത്. എന്തു പറ്റിയടാ ഉത്തമ നിനക്ക്? നാടൻ വല്ലതും ഉണ്ടായിരുന്നോ? നാടകമോ? എന്തായാലും ഞാൻ അമ്മാവന്റെ ഫീൽഡിലേക്കില്ല, അമ്മാവനുമായിട്ട് ഒരു മത്സരത്തിനുമില്ല. അല്ല, സംഭാഷണ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ കാഷായ വേഷത്തിന്റെ ഉദ്ദേശം? അത് ഞാൻ കുറച്ച് ദിവസങ്ങളിലായി ക്ഷേത്ര ദർശനത്തിലായിരുന്നു. ഒത്തിരി അമ്പലങ്ങൾ കറങ്ങി. ഉത്തമ, ഇത് പഴയ കാലമല്ല കേട്ടോ. ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോയി തമ്പടിച്ച് അവിടുത്തെ വിഗ്രഹം മോഷ്ടിച്ച് വരാനുള്ള പരിപാടിയാണെങ്കിൽ നോക്കിയേ, പോലീസുകാരുടെ ഇടി മാത്രല്ല, ഭക്തജനങ്ങളുടെ നല്ല ഇടി കിട്ടും. അമ്മാവാ, മുൻധാരണയോടുകൂടി നമ്മൾ ആരെയും സമീപിക്കരുത്.
പണ്ട് ഞാൻ കുറച്ച് തരുടെയൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പൊ അമ്മയുടെ മാല എടുത്തത് അതെന്റെ അമ്മയുടെ അല്ലേ, മോഷണമല്ല, ഒരു തിരിമറി. അമ്മാവന്റെ ആണെങ്കിൽ അത് മോഷണോ. എന്റെ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു വിഗ്രഹവും മോഷ്ടിക്കാൻ പോയിട്ടില്ല. അപ്പൊ നീ കാണിക്ക വഞ്ചി കുത്തി തുറക്കാനാണോ അമ്പലത്തിൽ പോയത്? ഓ ഓ, ശാന്തിയും സമാധാനവും തേടിയുള്ള യാത്രയിലായിരുന്നു. എന്നിട്ട് ശാന്തി സമാധാനം കിട്ടിയോ? അത് പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ലല്ലോ അമ്മാവ. ഇവിടെ നിനക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നല്ലോ, സാധാരണ നീ വരുന്ന ആ സകടത്തിലായിരുന്നല്ലോ. അമ്മാവ, നടക്കാൻ 2 കാല് നമുക്കുള്ളപ്പോ എന്തിനാ ഈ സ്കൂട്ടർ? അത് ഞാൻ ഉപേക്ഷിച്ചു. അത് ഭയങ്കര അതിശയാണല്ലോ ഉത്തമ. 10 അടി നടക്കാത്ത നീ ഇപ്പൊ നടന്നു വന്നോ? അമ്മാവ, എൻ്റെ ഈ യാത്രക്കിടയിൽ എനിക്ക് വിലപ്പെട്ടത് പലതും ഉപേക്ഷിക്കേണ്ടി വരും. എൻ്റെ അമ്മ എന്തി? അമ്മയെ ഉപേക്ഷിക്കാനാണോ? അല്ലല്ല, അമ്മയെ കൺകുളിർക്കെ ഒന്ന് കാണണം. നമോ വാഗം. പങ്കിയേ, ഇവൻ എന്ത് പറ്റിയടാ? ആരെങ്കിലും തലക്കടിച്ചു വിട്ടാണോ? അല്ലേ, അതെ, ഈ ചെറുപ്പത്തിൽ ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ള പല ആളുകളും വലുതാവുമ്പോ പിന്നീട് ആത്മീയതയിലേക്ക് ഇങ്ങനെ മാറിപ്പോണതായിട്ട് ഞാൻ കുറെ പേരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ ആണോ എന്നൊരു സംശയം. അമ്മ, അമ്മ. ഉത്തമേട്ടൻ. അപ്പച്ചി, ഇതാരും വന്നേന്ന് നോക്കിയേ. ഓ, വന്നോ? എവിടായിരുന്നു ഇത്ര നാള്? അപ്പച്ചേ, ചീത്ത പറയല്ലേ, എന്തായാലും വന്നല്ലോ. വന്ന് ഉത്തമേട്ടാ, എന്താ ഈ വേഷത്തില്? വേഷം മാത്രമല്ല, ആളും മാറി. അയ്യോ, അപ്പൊ ഉത്തമേട്ടല്ലേ? അല്ല, ഇപ്പൊ പുറത്തുനിന്ന് വന്ന ഞാൻ തന്നെയാണ്, ഇവിടെ നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ഞാനല്ല. എന്നാടാ രാവിലെ തന്നെ മൂക്കറ്റം കള്ളു കുടിച്ചോ? കള്ളു കുടിച്ചോന്ന, അതും ഈ വേഷത്തിൽ എന്നല്ല, ഒരു വേഷത്തിലും ഉത്തമൻ ഇനി കള്ളു കുടിക്കില്ല. ഉത്തമൻ കുടി നിർത്തി. ശരിക്കും? ഉത്തമേട്ട നന്നാവാൻ തീരുമാനിച്ചോ? നന്നാവാനൊക്കെ തീരുമാനിച്ചു, പക്ഷേ അതിനുള്ള സമയം ദൈവം എനിക്ക് തന്നില്ല. ഓ, 10-40 വർഷം ദൈവം നിനക്ക് തന്നിട്ടും നിനക്ക് നന്നാകാൻ പറ്റിയില്ലേടാ? അമ്മ, ഒരു മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചുരുങ്ങിയത് ഒരു 40 വർഷമെങ്കിലും വേണം. അപ്പൊ ഇനി നന്നാവാലോ, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇഷ്ടം പോലെ സമയം, അതാണ് കുട്ടി എനിക്കില്ലാണ്ടായത്. ഉത്തമേട്ട ഇത് എന്തൊക്കെയാ പറയണേ? എല്ലാം ഞാൻ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡാ, നീ പറയാതെ പോയെന്നും പറഞ്ഞ ആ തമിഴത്തി ഇവിടെ ഒന്ന് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. അവളിവിടെ വന്നുല്ലേ? വന്നു. എന്നിട്ട് എവിടെയാ കുട്ടി? കുട്ടിയാ? കുട്ടിയല്ല, ആ ആളെവിടെയാണ്? ആ ആൾ മുകളിലുണ്ട്. അക്ക, മരുന്നുക അക്ക. ഉത്തമസ്വാമി വന്നിരിക്കുന്നു. അക്ക. മാമ, ആ, എന്നെ മാമ എന്നോടൊരു വാക്ക് പോലും പറയുന്നത് എവിടെയായിരുന്നു? മരതകം, ഒരുപാട് അമ്പലങ്ങൾ സന്ദർശിക്കണമായിരുന്നു. ആ തിരക്കിനിടയിൽ നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ല. നീ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? മാമ ഇപ്പടി പേസത്, എനിക്ക് മാമ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ? എന്നാ ഇനി മുതൽ നീ ഞാനില്ലാതെ ജീവിച്ചു പഠിക്കണം. ഞാൻ എപ്പോഴും ഉണ്ടായെന്ന് വരില്ലല്ലോ. അതെന്താടാ, നീ വല്ല ഗൾഫിലോട്ട് പോവുകയാണോ? അമ്മേ, പോകാൻ ഗൾഫ് മാത്രമല്ല, എന്തോരം സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അമേരിക്കയിലേക്ക് പോണേ? എന്റെ കുട്ടി, 14 ലോകത്ത് ഇനിയും കിടക്കുമല്ലേ പോകാൻ സ്ഥലങ്ങൾ. എന്നെ മാമ ഇപ്പടിയൊക്കെ പേസത്? മാമാക്കിനി ഇപ്പടി പേസാനേ പറ്റൂ. എന്നാലും എന്നോടൊരു വാക്ക് പോലും പറയാതെ മാമ പോയില്ല. ഞാൻ പിണക്കാം. പിണക്കം അത് ഇഹലോകത്തല്ലേ ഉള്ളൂ, പരലോകത്തൊന്നുമില്ല. ഉത്തമേട്ട എന്തൊക്കെയാ പറയണേ? തുടങ്ങിയെടുത്തല്ലോ ചെന്ന് നിക്കുന്നേ. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളൂ.
ചായ കുടിക്കുന്ന നാത്തൂനെ എന്താ ഇത്ര വലിയ ആലോചന? ഈ ഉത്തമന്റെ കാര്യത്തില് എനിക്ക് ഒരു പിടി അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ നാത്തൂനെ. അല്ലെങ്കിൽ തന്നെ ഏത് കാലത്താ ഉത്തമന്റെ കാര്യത്തിൽ നാത്തൂനും വല്ല പിടിയും കിട്ടിയിട്ടുള്ളത്? സാധാരണ മക്കൾ നന്നായെന്നറിയുമ്പോൾ അമ്മമാര് സന്തോഷിക്കും. പക്ഷെ ഇവന്റെ കാര്യത്തിൽ നേരെ വിരുദ്ധമാണ്. അമ്പലങ്ങളിലൊക്കെ പോയിന്നല്ലേ അവൻ പറഞ്ഞ്. അപ്പൊ അതിന്റെ ഒരു മാറ്റം കാണാതിരിക്കുവോ? പണ്ടൊന്നും ഇവൻ അങ്ങനെ അമ്പലത്തിൽ പോകാറില്ലായിരുന്നു. പണ്ട് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ പോകാൻ പാടില്ലേ? ഭഗവാന്റെ കടാശം എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റുമോ നാത്തൂനെ? എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ നാത്തൂൻ ഇപ്പൊ വിശ്വസിക്കണ്ട. എന്നാ ഈ ചായ അങ്ങോട്ട് കുടിക്കേ, എടുത്തു കുടിച്ചേ. ചൂടാറുന്നതിന് മുമ്പ് ചായ കുടിക്കുന്ന നാത്തൂനെ. ആഹാ എടാ ഭംഗിയേ, ഇത് കണ്ടോടാ, രണ്ടുകൂടെ വലിയ സ്നേഹത്തിലൊക്കെ ആണല്ലോ. ഞങ്ങളെ ഉത്തമന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് വന്ന മാറ്റം നാത്തൂന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതിപ്പോ നാത്തൂനും മാത്രല്ല അളിയനും ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, എനിക്കും. എന്നാലും ആളുകൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ ആങ്ങളെ? അല്ല പിന്നെ മാറാനൊക്കെ പറ്റും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അല്ലയോ നമ്മുടെ പുരാണത്തിലുള്ളത്. കള്ളനായ വാൽമീകി ഈ മാനസാന്തരം വന്നിട്ട് സന്യാസിയായി വന്നാണല്ലോ രാമായണം എഴുതിയത്. കള്ളനായിരുന്നോ അതോ വേടനായിരുന്നോ അളിയാ? ഏതോ ഒന്നാ, രണ്ടിലേതോ ഉണ്ടൊന്നാ. പക്ഷെ ഒരു കാര്യമുണ്ട്, മാനസാന്തരം വന്നിട്ട് തന്നെ എഴുതിയത്. ഉത്തമനെ കൊണ്ട് ഇനിയിപ്പോ രാമായണം പോയാൽ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതപ്പച്ചി പറഞ്ഞത് സത്യ. എന്തായാലും അവന്റെ മാറ്റത്തിന് എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് അപ്പച്ചി ചോദിച്ച് മനസ്സിലാക്കാൻ നല്ലത്. നല്ല കാര്യായി. ഞാൻ കാരണവും ചോദിച്ചാൽ കൂടി എന്നാ മതി, അവൻ പറഞ്ഞത് തന്നെ. എന്നാ പിന്നെ അളിയനും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കായിരുന്നില്ലേ? എടാ എന്റെ അഭിപ്രായത്തിലേ ഇപ്പൊ അവനോട് ചോദിക്കാനും പറയാനൊന്നും പോകണ്ട. അവനിപ്പോ വളരെ ശാന്തനായിട്ടും സമാധാനശീലനായിട്ടും നടക്കുക. അവൻ അങ്ങനെ അങ്ങ് പൊക്കോട്ടടാ. അല്ല അളിയാ, അതാണ് നമ്മൾ പേടിക്കേണ്ടത്. ശാന്തനായ മനുഷ്യനും തിരമാലയില്ലാത്ത കടലും. വളരെ പേടിക്കണം. എപ്പോഴാ സുനാമി ഉണ്ടാവണേന്ന് പറയാൻ പറ്റില്ല. ആ അങ്ങനെ ഒരു സുനാമി ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നെങ്കിലേ അത് താങ്ങാനുള്ള ശക്തി ഈ കൊട്ടിലപ്പാട്ട് തറവാട്ടിനില്ല കേട്ടോ. അളിയാ, എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണത് നല്ലതാ. അല്ല ഇപ്പൊ വേണ്ട, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. സമാധാനത്തിൽ അങ്ങനെ കുറച്ച് അങ്ങോട്ട് കഴിയട്ടെ. പക്ഷേ വലിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം. നോക്കിയായിരുന്നോ? ആഹാ എടോ, സീനിയോറിറ്റി അനുസരിച്ച് വേണം ആൾക്കാരുടെ പേരും ഫോട്ടോ ഒക്കെ അടുത്ത് വെക്കാൻ. താഴെ കാര്യം ചെയ്, 1/2 മണിക്കൂർ ഞാൻ സമയം തരും. അതിനകത്ത് തന്നെ അത് മുഴുവൻ മാറ്റിയിട്ട് എനിക്കൊന്നുകൂടെ അയച്ചതാ. കുട്ടികളുണ്ടാക്കാൻ നടക്കും. എണ്ണത്തിന് ബോധവും ഇല്ല, വിവരവും ഇല്ല. എന്നെ തന്നെ. അയ്യോ, ആരാ താനാരാ? ഇതെന്റെ തറവാടാണിത്. തന്റെ തറവാടോ? എന്റെ അറിവിൽ ഈ തറവാട് മിസ്റ്റർ ബൽറാമിന്റെ ആണ്. ഇൻസ്പെക്ടർ ബലറാമിന്റെ? ഇൻസ്പെക്ടർ ബൽറാം അല്ല, കൊട്ടിലപ്പാട്ട് മിസ്റ്റർ ബലരാമൻ. അതായത് എന്റെ അമ്മാവൻ ബലരാമൻ. ഈ എന്റെ അമ്മാവനെ പോലെ അതേ രീതിയിൽ അധികാരമുള്ള വേറൊരാളും കൂടി ഉണ്ട്. അടുത്താന എന്റെ അമ്മ ബാലാമണി അമ്മ. ഓ, അപ്പച്ചിയുടെ മോനാ? അതെ. നാട് വിട്ടു പോയത്? നാട് വിട്ടു പോയല്ല, ടൂറ് പോയതാ. ഇത്രയും വർഷമോ? അത് സ്ഥലങ്ങൾ കണ്ടു തീർന്നപ്പോ ഇത്രയും വർഷമായി. എന്റെ പൊന്നോ. അപ്പൊ കുട്ടി ഏതാന്ന് എനിക്കറിയില്ല, എന്താന്ന് എനിക്കറിയാൻ പാടില്ല. പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു എനിക്ക് ഇച്ചിരി നേരം വിശ്രമിക്കായിരുന്നു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്റെ റൂമിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് വിശ്രമിക്കായിരുന്നു. ദൂരയാത്ര കഴിഞ്ഞിട്ട് വരുന്ന. അയ്യോ, ഇത് എന്റെ റൂമാണ്. ഞാനും വൈഫും വന്ന് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കണം. മോളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നന്നായിരുന്നു. ഇത് ഞാൻ വാടകയ്ക്ക് എടുത്തേക്കുന്ന റൂമാണ്. വാടക? ആ, അത് എന്റെ റൂം ഞാനറിയാതെ വാടക കൊടുത്താ? ഷാഹിന, അയ്യ ഈ വിളിക്ക് അവളിപ്പോ ഇനി വരും. ഷാഹിന, ഇങ്ങോട്ടൊന്ന് മാറിക്കേ. എന്താ പേര്? എന്റെ പേരൊന്നിട്ട് തനിക്കെന്തിനാ? വെറുതെ ശൂശു എന്ന് വിളിക്കണ്ടല്ലോ, പേരറിയെങ്കിൽ പേര് വിളിക്കാലോ എന്ന് ഓർത്ത. ഞാൻ ഉത്തമൻ. ഞാൻ ചോദിച്ചാ? അല്ല, അല്ലെങ്കിൽ എന്നെ ശൂശു എന്ന് വിളിക്കേണ്ടി വരില്ലേ? ഇതിപ്പോ ഉത്തമ എന്ന് വിളിച്ചാൽ മതി. എന്റെ പേര് സാറാമ്മ. അതിലും നല്ല ശൂശു തന്നെയായിരുന്നു. മേഡം, മേഡം ഇതെപ്പോഴാ വന്നേ?
ഏത് മേഡം? ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ വന്നേക്കണത്, ആരാന്ന് വെച്ചിട്ടൊന്നും പറയാനുള്ള. സാറമ്മ മേഡം, ഇത് ഉത്തമേട്ടൻ, നമ്മുടെ അപ്പച്ചിയുടെ മോനാ. ഉത്തമേട്ടാ, ഇത് സാറമ്മ മേഡം, നമ്മുടെ പങ്കാമന്റെ പാർട്ടിയിലെ നേതാവാ. മേഡത്തിനെ ഈ റൂം ഇപ്പൊ വാടകയ്ക്ക് കൊടുത്തേക്കാ. അതുകൊള്ള എന്റെ റൂമിൽ ഞാൻ അറിയാതെ നിങ്ങൾ വാടക കൊടുത്തേക്കണം. അതിന് ഉത്തമേട്ട ഇവിടെ ഉണ്ടായില്ലല്ലോ, തമിഴ്നാട്ടിലല്ലായിരുന്നു, പിന്നെ എങ്ങനെ പറയാനാ? ഇത് തമിഴ്നാട് വരെ ഓടി വന്ന് പറയൊന്നും വേണ്ട, ഫോൺ ചെയ്താൽ എനിക്കറിയാൻ പറ്റൂലേ. അതപ്പം പെട്ടെന്ന് ഇപ്പം ഉത്തമേട്ട കയറി വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. അതെ മാഡം, ഇതിപ്പോ ഞാനും വൈഫും കൂടി വല്ലപ്പോഴൊക്കെയാണ് ഇവിടെ വന്നത്. അപ്പൊ വരുമ്പോ ഞങ്ങൾ താമസിക്കുന്ന റൂം ഇതാണ്. മാത്രമല്ല ഇവിടെ കിടന്നാൽ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ കിട്ടും. താഴത്ത് ഒത്തിരി റൂമുണ്ട്, മാഡത്തിന് ഏത് റൂമാണ് സെലക്ട് ചെയ്യാം. ഒരു രക്ഷയില്ല, ഞാൻ ഈ റൂമിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേ ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്ന റൂമാണ്. ഇപ്പൊ എന്തായി? എന്നോട് ചോദിക്കാതെ വാടക കൊടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ ഉത്തമേട്ട, അതിപ്പം എന്നും പറഞ്ഞിട്ട് ഉത്തമേട്ടൻ വാടകയുടെ ഷെയർ ഒന്നും ചോദിക്കല്ലോ കേട്ടോ.